വെൽക്കം ബാക്ക് ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. ഇന്നൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. EMRS ടീച്ചിങ് വേക്കൻസീസ് ഔട്ട് ആയിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താണ് ഈ എക്സാം, ഏത് രീതിയിൽ ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യണം എന്ന കൺഫ്യൂഷൻസ് ആണ് പൊതുവെ കുട്ടികളുടെ ഇടയിൽ ഉള്ളത്. നിരന്തരമായിട്ട് ഒരുപാട് മെസ്സേജസ് വന്നതിന്റെ ഭാഗമായിട്ടാണ് EMRS ടീച്ചിങ് പോസ്റ്റ് 2025നെ ബേസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഒരു വേക്കൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും ഈ പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് അനായാസമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് കൂടി പകരാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ട ബുക്സും അതുപോലെ തന്നെ സെൽഫ് പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യാം എന്ന കാര്യങ്ങളായിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ബേസ് ചെയ്ത് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ EMRS ടീച്ചിങ് പോസ്റ്റ് 2025. EMRS എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് ഈ EMRS എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് EMRSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലോട്ട് 7,267 വേക്കൻസീസ് ആണ് ടോട്ടലി ഔട്ട് ആയിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ടീച്ചേഴ്സിന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഇതിൽ അറൌണ്ട് 6,000 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, PGT, TGT വേക്കൻസീസ് ആണ് എന്നതാണ്. ഇനി ഈ എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ സന്നദ്ധരാകണം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആണ്, ആപ്ലിക്കേഷൻ മോഡാണ്, എക്സാം മോഡല്ല, എക്സാം OMR ആണ്. അതുപോലെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. next.tribal.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കുക. ഈ എക്സാമിന്റെ മറ്റു ഡീറ്റെയിൽസിലോട്ടൊക്കെ പോകുന്നതിന് മുൻപേ ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 19/9/2025 ആയിരുന്നു. ഇനി ലാസ്റ്റ് ഡേറ്റ് ആണ്, ആ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 23rd October 2025 ആണ്. അന്ന് തന്നെയാണ് ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ട അവസാനത്തെ ദിവസം എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ സമയം മാക്സിമം ഉണ്ട്. ഈ ടൈം ഒക്കെ നിങ്ങൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിയാനും എന്താണ് സിലബസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, ബുക്സ് ഏത് റെഫർ ചെയ്യണം, ഫ്രീ മെറ്റീരിയൽസ് എവിടെ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇനി PGT, TGT വേക്കൻസീസ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾക്ക് സ്പെസിഫിക് ആയിട്ട് അറിയേണ്ടത് PGT ഇംഗ്ലീഷ്, TGT ഇംഗ്ലീഷിന്റെ വേക്കൻസീസിനെ കുറിച്ചാണ് അല്ലെ. PGT ഇംഗ്ലീഷ് ആൻഡ് TGT ഇംഗ്ലീഷ്. ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ PGT ഇംഗ്ലീഷിലോട്ട് ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യ 112 വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 112 വേക്കൻസി. ഈ 112 വേക്കൻസിയിൽ എല്ലാ കാറ്റഗറി റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിവിഷൻസും നമ്മൾക്ക് PDF ഒഫീഷ്യൽ വെബ്സൈറ്റിൽ EMRSന്റെ അല്ലെങ്കിൽ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ദ റെലവന്റ് സബ്ജക്ട് ആൻഡ് BEd ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏജ് ലിമിറ്റ് 40 ഇയേഴ്സ് ആണ്. കൂടാതെ റിസർവ്ഡ് കാറ്റഗറീസിന് ഏജ് റിലാക്സേഷനും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാകും. എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഇവിടെ സെറ്റ് ചോദിച്ചിട്ടില്ല, കേറ്ററ്റ് ചോദിച്ചിട്ടില്ല, നെറ്റ് ചോദിച്ചിട്ടില്ല, സീറ്ററ്റും ചോദിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊക്കെ ഇല്ല എങ്കിലും നിങ്ങൾക്ക് എന്തിലോട്ട് അപ്ലൈ ചെയ്യാം? ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PGT അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇംഗ്ലീഷ് ടീച്ചറിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ TGT ഇംഗ്ലീഷ്. ഇതിന് 395 വേക്കൻസീസ് ആണ് ഓൾ ഓവർ ഇന്ത്യ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, അപ്പോൾ വേക്കൻസീസ് PGTനെ വെച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ദി റെലവന്റ് സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വേണം. ഇത് കൂടാതെ BEd ആവശ്യമാണ്.
പിന്നെ CTET കൂടി നിങ്ങൾക്ക് വേണ്ടി വരും. CTET ക്വാളിഫൈഡ്, അതായത് പേപ്പർ 2 ക്വാളിഫൈഡ് ആയിരിക്കണം. CTET പേപ്പർ 2 ക്വാളിഫൈഡ് ആണെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം? ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ ഏജ് ലിമിറ്റിൽ കുറച്ച് കുറവാണ് കൊടുത്തിട്ടുള്ളത്, 35 ഇയേഴ്സ് ആണ്. ഇത് കൂടാതെ റിസർവ്ഡ് കാറ്റഗറിക്ക് ഒരു റിലാക്സേഷൻ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിസർവ്ഡ് കാറ്റഗറീസിനൊക്കെ ആ ഒരു റിലാക്സേഷൻ ബേസ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നേരത്തെ ഞാനൊരു വെബ്സൈറ്റിന്റെ അഡ്രസ്സ് പറഞ്ഞു അല്ലെ, NESTS നെസ്റ്റ്സ് എന്നാണ് ആ ഒരു കണ്ടക്ടിങ് ബോഡി. EMRSന്റെ ഈ ഒരു റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് നെസ്റ്റ് ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് ആണ് നെസ്റ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു വെബ്സൈറ്റിലൂടെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് MRS റിക്രൂട്ട്മെന്റ് 2025. അതിൽ ടീച്ചിങ്, നോൺ ടീച്ചിങ് പോസ്റ്റുകൾ ഉണ്ട്. PGT, TGT, പ്രിൻസിപ്പൽ, ഹോസ്റ്റൽ വാർഡൻ, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, അക്കൗണ്ടന്റ്, JSA, ലാബ് അറ്റൻഡന്റ് ഒക്കെ പോസ്റ്റുകൾ ഓപ്പൺ ആണ്, വേക്കൻസീസ് ഓപ്പൺ ആണ്. ടോട്ടൽ 7267 ആണ് വേക്കൻസീസ് ഔട്ട് ആയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്, പക്ഷേ മോഡ് ഓഫ് എക്സാം ശ്രദ്ധിച്ച് കേൾക്കുക. മോഡ് ഓഫ് എക്സാം OMR ആണ്, അതായത് പെൻ പേപ്പർ ബേസ്ഡ് എക്സാം ആണ് എന്ന് ഓർക്കുക. ഇനി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 3 hours, അതായത് പേപ്പർ 1ഉം പേപ്പർ ടയർ 1, ടയർ 2 എന്ന രീതിയിലാണ്. ടയർ 1 2.5 hours, ടയർ 2 3 hours എന്ന രീതിയിലാണ് ഈ എക്സാം വരിക. ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ജോബ് ലൊക്കേഷൻ അക്രോസ് ഇന്ത്യ ആണ് എന്ന് ഓൾറെഡി പറഞ്ഞു. വെബ്സൈറ്റും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. PGT ടോട്ടൽ വേക്കൻസി 1460, അതായത് എല്ലാ സബ്ജക്ട്സിന്റെയും. ഇതിൽ നമ്മുടെ ഇംഗ്ലീഷ് എത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, 112 ആണ്. അപ്പോൾ 1460 വേക്കൻസീസ്. മറ്റു സബ്ജക്റ്റുകാരും ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നോക്കുക. അതുപോലെ TGTയിൽ 3962 ആണ്. അതിൽ 395 എന്ന് പറയുന്നത് നമ്മളുടെ വേക്കൻസി ആണ്, ഇംഗ്ലീഷിന്റെ വേക്കൻസി ആണ്. PGTയിൽ 112 ആണ്. ഇനി ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ്. പൊതുവെ ഏത് എക്സാം വരുമ്പോഴും ആപ്ലിക്കേഷൻ ഫീ ഉണ്ടെങ്കിൽ എല്ലാവരും പിന്നോട്ട് മാറി നിൽക്കാറുണ്ട്. കേന്ദ്രീയ വിദ്യാലയ, അതുപോലെ നവോദയ, ആ കൈൻഡ് ഓഫ് എക്സാംസ് ഒക്കെ വരുമ്പോൾ എക്സാമിനേഷൻ ഫീ കുറച്ച് കൂടുതലായിരിക്കും. ഇവിടെ കമ്പാരിറ്റീവ്ലി നമ്മൾ ലേഡീസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ജനറൽ OBC EWS കാറ്റഗറി എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫീസ് ഉണ്ട്. അതുകൂടാതെ SC ST ഫീമെയിൽ PWBD എന്ന കാറ്റഗറി വരുമ്പോൾ എല്ലാവർക്കും 500 rupees ഏത് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനും വരുന്നുള്ളൂ. ഓക്കെ, ബാക്കി കാറ്റഗറീസിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2000 ആണ് PGT TGTക്ക് വരുന്നത്. നോൺ ടീച്ചിങ് പോസ്റ്റുകൾക്ക് 1500ഉം പ്രിൻസിപ്പലിന് 2500ഉം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ്, ലേഡീസ് അതായത് ലേഡി ടീച്ചേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ 500 rupeesന് ഈ പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യാം. 500 rupees പെർ പോസ്റ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് എന്ന് കറക്റ്റ് ആയിട്ട് അങ്ങനെ ആയിരിക്കാനാണ് പൊതുവെ സാധ്യത. ഓക്കെ, അപ്പോൾ ഈ 500 ആണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്തത് പേ മാട്രിക്സ് ആണ്. ലെവൽ 8 ബേസ് ചെയ്താണ് PGTക്ക് പേയ്മെന്റ് വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണ്. 47,600 ബേസിക് മുതൽ 1,51,100 വരെ നമ്മൾക്ക് സാലറി വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു പോസ്റ്റ് ആണ് PGT ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സിമിലർലി TGT എന്ന് പറയുമ്പോൾ ലെവൽ 7 ആണ് പേ മാട്രിക്സ് വരുന്നത്. അപ്പോൾ ബേസിക് പേ ഫ്രം 44,900 ഓൺവേർഡ്സ് 1,42,400 വരെ സാലറി വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തരുന്ന മറ്റൊരു ഗ്ലാമറസ് പോസ്റ്റ് ആണ് TGT ഇംഗ്ലീഷ് എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യപ്പെടുക, എന്താണ് ഇതിന്റെ സിലബസ്, എങ്ങനെയാണ് ഇതിന്റെ മാർക്കിംഗ് സ്കീം എന്നൊക്കെ അറിയാനായിരിക്കും. അത് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് PGT ഇംഗ്ലീഷ് ആണെങ്കിലും TGT ഇംഗ്ലീഷ് ആണെങ്കിലും എക്സാം പാറ്റേൺ, ആ ഒരു സ്ട്രക്ചർ, ടോപ്പിക്സിന്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത് സെയിം ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടയർ 1 ഒരു പ്രിലിമിനറി ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് എന്ന് ഓർക്കുക. ഓക്കെ,
പ്രിലിമിനറി ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. 100 മാർക്സ് ആണ് ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. 100 മാർക്സ്. ഡ്യൂറേഷൻ 2 hours 30 minutes ആണ്. അപ്പോൾ 100 മാർക്സിന്റെ ടയർ 1 എക്സാം ആണ്. അതില് ജനറൽ അവയർനെസ്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ഓക്കെ, ജനറൽ അവയർനെസ്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. അതുപോലെ തന്നെ റീസണിംഗ് എബിലിറ്റി, ജനറൽ അവയർനെസ്സിനേക്കാളും കൂടുതൽ മാർക്സ് ആണ് റീസണിങ്ങിന് വരുന്നത്. 15 മാർക്കാണ് റീസണിംഗ് എബിലിറ്റിക്ക് വന്നിട്ടുള്ളത്. ഇനി നോളജ് ഓഫ് ICT, നോളജ് ഓഫ് ICT അതായത് കമ്പ്യൂട്ടർ വരുന്നത് 15 മാർക്സ് ആണ്. റീസണിംഗ് പോലെ തന്നെ ആ ഒരു സെയിം വെയിറ്റേജ് ആണ് നോളജ് ഓഫ് ICTക്കും കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളുടെ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള 2 ഏരിയാസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡൊമൈൻ നോളജ്. അപ്പോൾ പാർട്ട് 4ഉം പാർട്ട് 5 എന്ന് പറയുന്നത് ഇവിടെയാണ് റാങ്ക് മേക്കേഴ്സ് ഇരിക്കുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്സ് ആണ്. അതുപോലെ തന്നെ പാർട്ട് 5ലോട്ട് വരുമ്പോൾ ഡൊമൈൻ നോളജ്, ഡൊമൈൻ നോളജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള നോളജ് ആണ്. അത് പെഡഗോജി ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുക. ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഇവിടെ കുറവാണ്. ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ ചോദിച്ചേക്കാം, പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അവിടെ കുറവാണ് കൊടുത്തിട്ടുള്ളത്. 30 ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കാൻ സാധ്യത. 30 ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ കേസ് സ്റ്റഡി, CTET-ലൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, അത് ഇംഗ്ലീഷുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ആ രീതിയിലായിരിക്കും, ഇംഗ്ലീഷ് പെഡഗോജി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഒരു കോർ ഏരിയ ഉണ്ട് ഇവിടെ, NEP 2020 ബേസ് ചെയ്തിട്ട് 10 ചോദ്യങ്ങൾ കൂടി ഈ 30 ചോദ്യങ്ങളിൽ ഉണ്ടായിരിക്കും എന്ന് ഓർക്കുക. ഇനി ഇതില് പാർട്ട് 6 നിങ്ങൾക്ക് കാണാം. ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ്. 20 മാർക്സിന്റെ ഒരു ക്വാളിഫയിങ് എക്സാം. ഈ ഒരു എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ 1 to 5 വരെയുള്ള നിങ്ങൾ എഴുതിയ എക്സാം അവര് ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ലാംഗ്വേജ് കോമ്പീറ്റൻസി ആണ്. അതിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഹിന്ദി ഓപ്റ്റ് ചെയ്യാം. റീജിയണൽ ലാംഗ്വേജ് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് 20 മാർക്സ് ആണ്. 10 മാർക്സ് എന്തായാലും ഇംഗ്ലീഷിന്റെ ബേസിക് ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഹിന്ദി എടുക്കുകയാണെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് അത് നിങ്ങൾ എടുക്കുമ്പോൾ അത് ഇംഗ്ലീഷിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക എന്ന് വ്യക്തമായിട്ട് PDF-ൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് കോമ്പീറ്റൻസി അതിൽ ഇംഗ്ലീഷ്, ഹിന്ദി അത് ക്വാളിഫയിങ് നേച്ചർ ആണ്. ഈ ഒരു 20 മാർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ടയർ 1 ചെക്ക് ചെയ്യപ്പെടുക, ഇവാലുവേറ്റ് ചെയ്യപ്പെടുക എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ടയർ 2. ടയർ 1 പാസ്സായാൽ മാത്രമാണ് ടയർ 2 എഴുതാനായിട്ട് പറ്റുക. ഇവിടെയാണ് സബ്ജക്ട് നോളജ് എക്സാമിനേഷൻ. അതായത് നമ്മൾ ഈ ലിറ്ററേച്ചറുകാർക്കൊക്കെ ലിറ്ററേച്ചറിന്റെ 2-3 ചോദ്യങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു സന്തോഷം വരത്തില്ലല്ലോ. അതുപോലെ സബ്ജക്ട് നോളജ് എക്സാമിനേഷൻ ആണ്. 3 hours ആണ്, 100 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 40 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 40 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് സ്പെസിഫിക് ഡിവിഷനും നമ്മളുടെ EMRSന്റെ സൈറ്റിൽ PGT ഇംഗ്ലീഷ്, TGT ഇംഗ്ലീഷിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 40 മാർക്സ് ആണ് അതിൽ വരിക. 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ 15 ചോദ്യങ്ങളാണ്. 15 ചോദ്യങ്ങൾ 60 മാർക്സ് ആണ് കേട്ടോ. 60 ആണ് 60. അതായത് 15 into 4 4 മാർക്കിന്റെ 15 ചോദ്യങ്ങൾ. അപ്പോൾ 60 മാർക്ക് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ 60 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവും വരും. അപ്പൊ ടോട്ടൽ 55 ചോദ്യങ്ങളും അതുപോലെ 100 മാർക്ക് 60 + 40 ഒബ്ജക്റ്റീവും വരുമ്പോൾ. ഇനി മെറിറ്റ് ലിസ്റ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺലി ഫ്രം ടയർ 2 പെർഫോമൻസ്. മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ടയർ 2, അതായത് ടയർ 1 ക്വാളിഫൈ ചെയ്താലാണ് ടയർ 2 എഴുതാൻ പറ്റുക. ടയർ 2 എഴുതി പിന്നെ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 മാർക്സ് ആണ് ഡിഡക്ട് ചെയ്യുക ഓരോ തെറ്റ് ഉത്തരത്തിലും. ഇനി എന്താണ് നമ്മളുടെ PGT TGT-യിൽ ചോദിക്കുന്നത്? ഒരു മെയിൻ എക്സാമിന്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത്
റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കുന്നതാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ അത് നിങ്ങളെ thoroughly നിങ്ങൾ എത്രത്തോളം ആ ഒരു ലാംഗ്വേജിൽ പ്രൊഫഷ്യന്റ് ആണ് എന്ന് വിലയിരുത്തുന്ന രീതിയിലുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. ഒരിക്കലും ഒട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി പ്രതീക്ഷിക്കേണ്ട. കൂടുതലും നമ്മൾ ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ മോഡ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മളുടെ ഇവിടുത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ സീറ്റെറ്റ് ഇംഗ്ലീഷിന്റെ സീറ്റെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇംഗ്ലീഷ് പെഡഗോജിയുടെയും സീറ്റെറ്റ് കാറ്റഗറി 2 ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഐഡിയ നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നോട്ട് മേക്കിംഗ്, സമ്മറൈസേഷൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസ്, അതായത് ഡിസ്ക്രിപ്റ്റീവ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ ചിലപ്പോൾ ആർട്ടിക്കിൾ റൈറ്റിംഗ് ആയിരിക്കാം, ഒരു ലെറ്റർ റൈറ്റിംഗ് ആവാം, ഒരു സ്പീച്ച് ആവാം, പോസ്റ്റർ ആവാം, നോട്ടീസ്, അഡ്വർടൈസ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ എക്സാമിന് ചോദിക്കാം. ഇനി നെക്സ്റ്റ് ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് ഗ്രാമർ ആണ്. ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഗ്രാമർ ആണ്. ഒരു SSC ലെവൽ ഗ്രാമർ നിങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഗ്രാമർ, ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതായത് ഗ്രാമർ എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയിൽ പ്രതീക്ഷിച്ചാൽ മതി. അതായത് ആർട്ടിക്കിൾസിൽ നിന്നൊരു ചോദ്യം, പ്രപ്പോസിഷനിൽ നിന്നൊരു ചോദ്യം, ടെൻസ് ബേസ്ഡ് ഒരു ചോദ്യം, അങ്ങനെ ആ ഒരു രീതി, ആ ഒരു സ്ട്രക്ചർ ഇവിടെ പ്രതീക്ഷിക്കേണ്ട. ഇവിടെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്, അത് ടെൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും. പിന്നെ സെന്റൻസ് കറക്ഷൻ, അത് ഓവറോൾ ഗ്രാമറിനെ കുറിച്ചൊരു നല്ല അവയർനെസ് ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് സെന്റൻസ് കറക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്, റീ ഓർഡറിങ്, ഇതൊക്കെയാണ് ഗ്രാമറിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി എല്ലാവരും കാത്തിരുന്ന ലിറ്ററേച്ചർ. ഇവിടെ ലിറ്ററേച്ചർ നമ്മൾ ഈ കടല് പോലെയൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കേരളത്തിലേക്ക് ഒരു എന്താ പറയുക, സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡെപ്തിൽ ഇപ്പോൾ HSC ആണെങ്കിലും മറ്റ് എക്സാംസിനാണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ്. മറ്റു സ്റ്റേറ്റ്സിലൊക്കെ അങ്ങനെ തന്നെയാണ്, അവർ ഹാർഡ് കോർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വരുമ്പോൾ പൊതുവെ ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. പക്ഷെ ഇവിടെ ഷേക്സ്പിയറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. റൊമാൻറ്റിക് ഏജിലും സ്പെസിഫിക് ആയിട്ട് ഷെല്ലി, കീറ്റ്സ്, വേർഡ്സ്വർത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ എല്ലാ വർക്ക്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുക, വ്യക്തമായൊരു ധാരണ. അതുപോലെ 19th and 20th century അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ കുറിച്ചൊരു ഓവറോൾ, അത് കുറച്ച് സ്പെസിഫിക് ആയിട്ട് റൈറ്റേഴ്സ് ഉണ്ട്, അവർ പിക്കപ്പ് ചെയ്തിട്ട് ചോദിക്കുന്ന കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്. അവരെയൊക്കെ ബേസ് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഏരിയ ഹാൻഡിൽ ചെയ്ത് പോകാം. അതുപോലെ ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇനി ലാറ്റിൻ, ആഫ്രിക്കൻ, ഓസ്ട്രേലിയൻ ആൻഡ് സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ, ഇങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ടുള്ള ലിറ്ററേച്ചർ പോർഷൻസ് ആണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഡെവലപ്പ് ആയി കാണുമോ? ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ HSST ആണെങ്കിലും HSC ആണെങ്കിലും എന്തോരം കാര്യങ്ങളായിരുന്നു പഠിച്ചത്. പക്ഷെ ഇവിടെ അത്രയും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ പോലും പഠിച്ചാൽ മാത്രമാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ EMRSന്റെ എക്സാമിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതായത് ടയർ 1 എക്സാം ഉണ്ട്, ടയർ 2 എക്സാമും ഉണ്ട് അല്ലെ. അപ്പൊ ടയർ 1 ആൻഡ് ടയർ 2, ടയർ 2 കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. 15 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, 4 മാർക്കിന്റെ 60 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും 2 ടയറിലായിട്ട് എക്സാം അപ്പിയർ ചെയ്യേണ്ടിയിരിക്കുന്നു. ടയർ 1ൽ നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും സബ്ജക്ട് നോളജ് ഒക്കെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ടയർ 2 എന്ന് പറയുമ്പോൾ ആ ഒരു പോസ്റ്റ് സ്പെസിഫിക് ആയിട്ടാണ്, ഇൻഡെപ്ത് നോളജ് ഓഫ് ദി സബ്ജക്ട്, അതാണ് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. കൂടാതെ ആരാണോ ടയർ 1 ക്വാളിഫൈ ചെയ്യുന്നത് അവർ മാത്രമാണ് ടയർ 2 ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. അടുത്തതായിട്ട് EMRS ടീച്ചിങ് പോസ്റ്റുകളിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അതായത് അക്രോസ് ഇന്ത്യ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ വില്ലിങ്നെസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ എവിടെയാണ് ഈ സ്കൂളുകൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം ഉണ്ടാകാം. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പൂക്കോട്, വയനാട്, അതുപോലെ തന്നെ EMRS അട്ടപ്പാടി, പാലക്കാട്, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇടുക്കി, പൈനാവിലും ഈ EMRSന്റെ സ്കൂൾസ് നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ
ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യം അപ്ലൈ ചെയ്തോളൂ. എന്തായാലും ലേഡീസിന് 500 ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എമൗണ്ട് എത്രയാണോ അതനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക. എന്തായാലും നിങ്ങൾ ഈ ഒരുപാട് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലോട്ട് വരുമ്പോൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്ത് കളയാതിരിക്കുക. മാക്സിമം അപ്ലൈ ചെയ്യുക. കാരണം ഇത് KV, അതായത് നിങ്ങൾക്ക് ഇനി KVയുടെ എക്സാംസ് അടുത്ത് തന്നെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇതിനൊന്നും ഒരുപാട് സമയമൊന്നും ചിലപ്പോൾ കിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ എക്സാംസിന്റെ ഡേറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യാം. ഒരു 2-3 months മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോടിയായിട്ട് ഇതിനെ കാണാനായിട്ട് പറ്റുന്നതാണ്. കാരണം ഈ KVയുടെ എക്സാംസിനായാലും KV PGT ആയാലും TGT ആയാലും PRT ആണെങ്കിലും കൂടുതൽ ഈ പെഡഗോജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെയുള്ള CTET നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നതാണ്. അപ്പോൾ എക്സാമിനെ മനസ്സിലാക്കിക്കൊണ്ട് കേരള PSCയുടെ എക്സാം പോലെ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ച് ഇട്ടുകൊണ്ടും ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും സെൽഫ് സ്റ്റഡിയിലോടുകൂടി പഠിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടും EMRSന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ. അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു എക്സാമിന് സെൽഫ് സ്റ്റഡിയിലൂടെ പ്രിപ്പയർ ചെയ്യാം, ഏതൊക്കെ ബുക്സ് ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ യൂട്യൂബ് ബേസ് ചെയ്തിട്ട് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ അറിയാനായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. അത് ബേസ് ചെയ്ത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.